ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനൊപ്പം നേരിട്ട് കളത്തിലിറങ്ങി അമേരിക്കയും. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം ആക്രമിച്ചെന്ന് ഇറാന്റെ അവകാശവാദം. ആണവ കേന്ദ്രങ്ങളിലെ US ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും. ആക്രമണം കനത്തതോടെ ബഹ്റൈനിൽ സ്കൂളുകൾ ഓൺലൈനായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. PP ജെയിംസ് ഉണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. PP ജെയിംസ്, അമേരിക്കൻ ഇടപെടലിലൂടെ സംഘർഷഭരിതമായിരിക്കുകയാണല്ലോ പശ്ചിമേഷ്യ. ഒന്നുകൂടി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ PP ജെയിംസ്? ഡോക്ടർ ഉന്മേഷ്, ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതുവരെ 10 ദിവസമായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയായിരുന്നു. പക്ഷേ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ മിസൗറിയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടെ ഇതിന് ഒരു അഖില ലോക മാനം കൈവന്നിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ക്യൂബയും ഐക്യരാഷ്ട്രസഭയും അതിശക്തമായ രീതിയിലാണ് അമേരിക്കയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ഓസ്ട്രേലിയയും പൊതുവെ ഒരു രണ്ട് പക്ഷവും ചേർന്ന് കൊണ്ടുള്ളതാണ്. ഇത് പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് തെറ്റാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ വരുന്നത്, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുവാമിൽ ഇറങ്ങി ഇന്ധനം നിറച്ചു പോയെന്നാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 37 മണിക്കൂർ നിർത്താതെ ഈ 6 B-2 ബോംബർ വിമാനങ്ങൾ പറന്നുവെന്നാണ്. മിസൗറിയിൽ നിന്ന് പോരുന്ന വഴിക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം പലതവണ ഇന്ധനം നിറച്ചാണ് ഇറാനിലെത്തി ഈ 6 B-2 ബോംബർ വിമാനങ്ങൾ GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അറ്റാക്കിനായി, ആക്രമണത്തിനായിട്ട് ഉപയോഗിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിച്ചിട്ടില്ല, ആണവ വികിരണം അല്ലെങ്കിൽ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഫോർദോയിൽ നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളിൽ 6 ബങ്ക് ബസ്റ്റർ ഈ GBU-57 അത് നിക്ഷേപിച്ചത് ഫോർദോയിലാണ്. ഫോർദോ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സമ്പുഷ്ട യുറേനിയത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ളത്. പക്ഷേ ഇത് നഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ 2 വാദങ്ങളുണ്ട്. ഒന്ന്, വലിയ രീതിയിൽ ഇത് തകർന്നു പോയിട്ടും ഇറാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. എന്നാൽ മറിച്ചുള്ള വാദം 200 അടി താഴെ വരെയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എത്തുന്നത്. അതിലും താഴെ 700-800 അടി താഴെ വരെ എത്താവുന്ന രീതിയിലാണ് സമ്പുഷ്ട യുറേനിയം ശേഖരിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. സെൻട്രിഫ്യൂജ് സിസ്റ്റമൊക്കെ തകർന്നെങ്കിലും സമ്പുഷ്ട യുറേനിയം തകർന്നിട്ടില്ല എന്നുള്ളൊരു വാദമുഖം ഉയർത്തുന്ന തരത്തിലുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഉന്മേഷ് വ്യക്തമായി വരാൻ ഇനിയും സമയമെടുക്കും. എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനാഷണൽ ഏജൻസി, അറ്റോമിക് എനർജി ഏജൻസി അടിയന്തര യോഗം നാളെ ചേരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇസ്താൻബുളിൽ അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ സംഘടന അവരുടെ യോഗം ചേരുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ, ഇസ്ലാമിക് കോർപ്പറേഷൻ്റെ യോഗം ഏതാണ്ട് 60ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതിലാണ് വിദേശകാര്യമന്ത്രി ഇറാൻ്റെ അബ്ബാസ് അറഗാച്ചി പങ്കെടുത്തത്. അദ്ദേഹം അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കെ തന്നെയാണ് ഇവിടെ ബോംബുകൾ വീണത്. ഇവിടെ അത്ഭുതപ്പെടുത്തും, 37 മണിക്കൂർ നിർത്താതെ ഈ ഇത്രയും യുദ്ധവിമാനങ്ങൾ വന്നിട്ട് ഇതാരും അറിഞ്ഞില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. പുലർച്ചെ 5:28 ഇന്ത്യൻ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പുറത്തറിയുന്നത്. അതുവരെ പരമരഹസ്യമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടന്നത്. എന്തായാലും ഇതേ തുടർന്ന് ആക്രമണം അതീവ ശക്തമായിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ഇറാന്റെ 30 മിസൈലുകളാണ് വന്ന് പതിച്ചത്. അത് ജെറൂസലേമിൽ, ഹൈഫ എന്ന തുറമുഖ നഗരത്തിൽ, ടെൽ അവീവിൽ വൻ നാശം വിതച്ചിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ.
പല കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്, സേനാ താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ തകർത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയാണ്. ഇനി അമേരിക്കയുടെ സേനാ താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് പറയുന്നു. അതിനിടയിൽ ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുള്ളത്, എല്ലാവരും ചോദിക്കുന്നത് ആയത്തുള്ള ഖമനായി എവിടെയാണ്? അദ്ദേഹം ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചിരിക്കുന്ന കേന്ദ്രം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ബങ്കറുകൾ മാറുകയും യഥാർത്ഥത്തിൽ വളരെ അടുത്ത ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ രഹസ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഈ അതിൻ്റെ ഉള്ളിൽ ചാരന്മാർ, മൊസാദിൻ്റെ ചാരന്മാർ കയറി ഇറാനികൾ തന്നെയാണ്. അവർ രഹസ്യങ്ങൾ ചോർത്തിയിരിക്കുന്നു എന്നുള്ള ഇതിൽ ഒരു ബങ്കറിൽ നിന്ന് വേറൊരു ബങ്കറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മൊബൈലുകളോ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത തൻ്റെ വിശ്വസ്തര വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും റീച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അത് ഒളിച്ചിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ചോർന്നു വേണം കണ്ടെത്താൻ. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുടെയും ചാരസംഘടനകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിവ്. അതിനിടയിലാണ് 3 പിൻഗാമികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നു. അദ്ദേഹം വധിക്കപ്പെട്ടാൽ പിൻഗാമികളായി 3 പണ്ഡിതരെ, ആയത്തുള്ളമാരെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ഒരാളായിരിക്കും അവരുടെ പിൻഗാമിയായിട്ട് വരുന്നത്. എല്ലാവരും പറഞ്ഞിരുന്ന ആയത്തുള്ള അദ്ദേഹത്തിന് പിൻഗാമിയാവുമെന്ന് വിശ്വസിച്ചിരുന്ന ആള് അദ്ദേഹത്തെ ഒഴിവാക്കിയുള്ള ഒരു 3 പേരുടെ ലിസ്റ്റാണ് പറയുന്നത്. പക്ഷേ ആ ലിസ്റ്റ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഈ ലിസ്റ്റിൽ നേരത്തെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഉണ്ടായിരുന്നു. അദ്ദേഹം 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ അദ്ദേഹം ആ ലിസ്റ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും മാറിയിരിക്കില്ല. അദ്ദേഹം ഇസ്രായേലിന്റെ മൊസാദ് വഴി കൊല്ലപ്പെട്ടതാണെന്ന തരത്തിലുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.